ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് നോക്കാം. അതായത് ക്രഷൊക്കെ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്രഷൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളൊക്കെ ഓർക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിക്ക് തിരിച്ച് നമ്മളോടും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ ഒന്ന് തോന്നിയിരുന്നെങ്കിൽ എന്ന്, അല്ലേ? എന്നാൽ ഈ ഒരു പ്രശ്നത്തിലുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് അടിച്ച ആ ഒരു വ്യക്തിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ എന്താണെന്നതാ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഗുഡ് ലുക്കിംഗ് ആണ്. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയുന്നത്. ഏതൊരു വ്യക്തിയോടാണ് നിങ്ങൾക്ക് ക്രഷ് തോന്നിയത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിനെയാണോ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കേണ്ടത്, ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എപ്പോഴും നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക. അതേപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒന്നാണ് നെയില്, നഖം നോക്കും, അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊണ്ട് നടക്കുക. ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഗുഡ് ലുക്കിങ്ങിൽ ആദ്യം തന്നെ ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെല്ലുവാണെങ്കിൽ അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫണ്ണി ടോക്കാണ്. അതായത് നിങ്ങൾ മാക്സിമം ആ ഒരു വ്യക്തിയോട് തമാശയൊക്കെ പറഞ്ഞിട്ട് അവരെ നന്നായിട്ടൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടൊരു ക്രഷും അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആദ്യം കാണുമ്പോൾ തന്നെ ചെറിയൊരു പുഞ്ചിരി എപ്പോഴും നിങ്ങളുടെ ഫേസിൽ ഉണ്ടായിരിക്കണം. ചിലരുണ്ട് നേരെ നോക്കിയ പോലൊന്നും ചിരിക്കത്തില്ല. ഒരു ചിരിക്ക് അധികം വിലയൊന്നും ഇല്ലല്ലോ. അതായത് ലാഫ്റ്റർ മേക്സ് ബ്യൂട്ടിഫുൾ എന്നാണല്ലോ പറയുന്നത്. ഒന്ന് ചെറുതായിട്ട് ചിരിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അട്രാക്ഷനോ അല്ലെങ്കിൽ ക്രഷോ ഒക്കെ തോന്നിയിട്ട് നിങ്ങൾ അവരുടെ നേരെ നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചിരിച്ചു കാണിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. അതായത് നന്നായിട്ട് ചിരിപ്പിക്കുക, അതേപോലെ തന്നെ അവർ ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നല്ല, ബി യുവർ സെൽഫ് ആണ്. അതായത് നിങ്ങൾ എന്താണോ അതേപോലെ ആയിരിക്കണം അവരെ എപ്പോഴും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകളുണ്ട് എപ്പോഴും ഇങ്ങനെ നല്ല പുള്ളായിട്ട് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കും, എന്നാലോ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും അവരുടെ തനി സ്വഭാവം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിലോ വളരെ പെട്ടെന്നായിരിക്കും എല്ലാം നടക്കുക, ബ്രേക്കപ്പ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതി തന്നെ അവരെ കാണിച്ചു കൊടുക്കുക. ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങച്ചൊക്കെ പറയുന്നവരുണ്ട് വലിയ ആളാകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സ്വഭാവം എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം അവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് പൊങ്ങച്ചം പറിച്ചില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോമൺ ഇൻട്രസ്റ്റ് തന്നെയാണ്. അതായത് രണ്ടു പേരുടെയും കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിലരുണ്ട്, ചിലർക്കാണെങ്കിൽ ഫുട്ബോളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. സംസാരിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അവർ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളും തിരിച്ച് ആ ഒരു സബ്ജക്റ്റ് തന്നെ അവരോട് കൂടുതലായിട്ടും സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചിലരുണ്ട് ട്രാവൽ, ഇങ്ങനെ യാത്ര പോയതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ വിശദീകരിച്ച് പറയും. അപ്പോൾ അവർക്കിഷ്ടം ട്രാവലിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും അതിനെ കുറിച്ചിട്ട് അവരോട് ഇങ്ങനെ പറയണം. നിങ്ങൾ പോയ സ്ഥലങ്ങൾ, കണ്ട കാഴ്ചകൾ, ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങൾ, അന്നുണ്ടായിട്ടുള്ള ഇൻസിഡൻസ്, കാര്യങ്ങൾ, അന്ന് എന്താണോ കണ്ടത് അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാവുന്നതാണ്. ഇതാണ് കോമൺ ഇൻട്രസ്റ്റിൽ വരുന്ന കാര്യം. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം തന്നെ അവരോട് നന്നായിട്ട് സംസാരിക്കുക. അവരുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു റിലേഷൻഷിപ്പിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ലിസണിങ് ആൻഡ് ഐ കോണ്ടാക്റ്റ്. അതായത് നിങ്ങൾക്ക് ഏത് വ്യക്തിയോടാണോ ക്രഷ് അടിച്ചത് ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിന്നിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യണം. അതായത് നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അവരോട് പറയാവുന്നതാണ്. ഒരിക്കലും ഇടയ്ക്ക് കയറിയിട്ടൊന്നും പറയാതിരിക്കുക. അതേപോലെ തന്നെ ഐ കോണ്ടാക്റ്റ്, അവർ സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അവരുടെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ നന്നായിട്ട് ലിസൺ ചെയ്യുകയും ഐ കോണ്ടാക്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ
അവർക്ക് തിരിച്ച് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, തിരിച്ച് അവരെ കൊണ്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.